ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അത് ഏറെ ഞെട്ടലുളവാക്കുന്ന ഏറെ ദുഃഖകരമായ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ നെഞ്ചിലേറ്റിയ താരങ്ങൾ തന്നെ ഈ രീതിയിൽ പെരുമാറാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ അവസ്ഥ എന്താണ്? ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അതേ ഇന്നലെ നമ്മൾ കേട്ട ചില വോയിസ് ക്ലിപ്പുകൾ, നമ്മൾ നെഞ്ചിലേറ്റിയ ബിഗ് ബോസ് താരം അനുമോളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അനുമോളുടെ PR-മായി ബന്ധപ്പെട്ട, അനുമോളുടെ ചേച്ചിയുമായി ബന്ധപ്പെട്ട, ഒപ്പം തന്നെ ഫീൽഡ് ഔട്ടായ പ്രമുഖ സീരിയൽ താരം ഡോക്ടർ ബിന്നിയുമായി ബന്ധപ്പെട്ട ആ വോയിസ് ക്ലിപ്പുകളുടെ സത്യാവസ്ഥ എന്താണ്? നിരവധി ആളുകൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിലെ വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അനുമോളുടെ ചേച്ചിയെ പറഞ്ഞിട്ടില്ലാന്ന്, പക്ഷെ അനുമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു. അനുമോളുടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എനിക്ക് അവിടെ വിഷമമായത്, എന്നെ ട്രസ്റ്റ് ചെയ്യാതെ, അതായത് അനുമോളുടെ ഈ 16 ലക്ഷത്തിന്റെ PR-ഉം ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിതിരിപ്പുണ്ടാക്കിയ ആള് പറയുന്നത് വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി. ആ ഇൻസൾട്ട് പുറത്താണ് ഇനി ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് ഞാനായിട്ട് തന്നെ പോയത്. ഇതാണ് അവിടെ സംഭവിച്ചത്. കാരണം ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അതേ മലയാളം ബിഗ് ബോസ് സീസൺ 7-ൽ വിന്നറായ അനുമോൾ വിന്നറാവാൻ കാരണക്കാരനായ PR വിനു എന്ന് പറയുന്ന ആ ഒരു പഹേന്റെ വോയിസ് ആണ്. ഓൻ പറയുന്ന ചില വെളിപ്പെടുത്തലുകൾ എന്താണ് ഉണ്ടായത്? അതേ അനുമോൾ പൊട്ടിത്തെറിച്ചെന്നാണ് ഓൻ പറയുന്നത്. അനുമോൾ ഓനെ തെറികൊണ്ട് അഭിഷേകം നടത്തി. നമുക്കറിയാം അനുമോൾ വലിയ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. അതായത് അനുമോൾ ഓവർ റിയാക്ട് ചെയ്തെന്നാണ് ഓൻ പറയുന്നത്. അതായത് കേട്ടാൽ അറക്കുന്ന തെറി അനുമോൾ ഒരുപക്ഷെ ഈ ഒരു പഹേനെ വിളിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇതുപോലൊരവസ്ഥ ഒരാൾക്കും വരാൻ പാടില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതായത് നമുക്കറിയാം ഓൻ എങ്ങനെയാണ് അനുമോളെ കണ്ടത്. ഓൻ പറഞ്ഞ ഒരു ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ബിന്നി എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ താരമാണോ ഇവിടെ കുത്തിത്തിരിപ്പ് നടത്തിയത്? ഓൾക്ക് എന്താണ് പറയാനുള്ളത്? അതുകൂടി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ അനുമോളുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ അനുമോൾ എല്ലാവരും പിച്ച് ചെയ്യുന്നതിന്. ഞാൻ എഴുതി വെച്ചാൽ അനുമോൾ ഒരു 50 ദിവസം 60 ദിവസം എവിക്റ്റായിട്ട്, നാണം കിട്ടിയ എവിക്റ്റായിട്ട്, ആ പെണ്ണിനെതിരെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച്. ഒന്നാലോചിക്കുക, അനുമോളുടെ കരിയർ നശിക്കുന്ന അവസ്ഥ, 10 കൊല്ലം സൈബർ ബുള്ളിങ് ഉണ്ടാവേണ്ട അവസ്ഥ, വിന്നറാകുന്നില്ലെന്ന് മാത്രമല്ല 50-ാം ദിവസം ഔട്ടായി പോകേണ്ട, നാണം കെട്ട് ഔട്ടായി പോകുന്ന അവസ്ഥയിലേക്ക് പോകുമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അനുമോളെ താങ്ങി ഈ രീതിയിൽ വിന്നറാക്കി മാറ്റിയ ഈ ഒരു പഹേനി ഒരു അവസ്ഥ വന്നല്ലോ. വല്ലാത്തൊരവസ്ഥയാണ്. ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, അനുമോൾക്ക് PR-ന്റെ ആവശ്യമില്ലായിരുന്നു. PR ഇല്ലാതെയും ഫാൻസ് ഉള്ളൊരു പെൺകുട്ടി തന്നെയായിരുന്നു. PR വെച്ച് തന്നെയാണ് അനുമോൾക്ക് തിരിച്ചടി എന്ന് ഒരുപക്ഷെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഓൻ പറഞ്ഞത് എല്ലാം നേടിക്കൊടുത്തത് ഓൻ തന്നെയായിരുന്നു എന്നാണ്. ഓൻ കുറച്ച് ഓവറല്ലേ എന്ന് നമുക്കൊക്കെ സംശയം തോന്നിയിരുന്നു. അത്തരത്തിൽ അനുമോളെ സഹായിച്ച ആ ഒരു പഹേന്റെ മുഖത്ത് നോക്കി അനുമോൾ എന്തുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ പൊട്ടിത്തെറിക്കുകയും തെറി കൊണ്ടുള്ള അഭിഷേകവും നടത്താൻ കാരണം? നോക്കാം. ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇതുപോലെ മൈൽ സ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി. അതേസമയം ബിന്നിയും നൂബിനെയും ഞാൻ കണ്ടു. അവരോടത്ത് ഞാൻ സംസാരിച്ചു. അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുന്ന ഒരാളല്ല, ഞാൻ ആർക്കെതിരും ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം. ഒരു ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു. അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഗ്രൂപ്പിൽ ഞാനില്ല, അത് ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല. അപ്പൊ അവിടെ നെവിൻ ഉണ്ടായിരുന്നു. അപ്പൊ നെവിൻ പറഞ്ഞു, അത് ഞാൻ കേട്ട വിഷയമാണ്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ബുള്ളിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ഞാൻ പുറത്താക്കിയിരുന്നു. അവരെല്ലാവരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം ഞാൻ അവിടെ എൻഡ് ചെയ്തു. മനസ്സിലായോ? കാരണം ഞാൻ അവിടെ അനുമോളുടെ ചേച്ചിയാണെന്ന് പറയുന്നില്ല, അനുമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതായത് ബിന്നിയും നൂബിനും നമുക്കറിയാം, സീതാ ഗോവിന്ദം സീരിയലിലൂടെ ബിന്നി എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ താരത്തെ നമ്മൾ നെഞ്ചിലേറ്റിയിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ ഓള് കാണിച്ച ചില ഗെയിം സ്ട്രാറ്റജി നമ്മൾ ഓളെ ഒടുന്നനെ താഴെ ഇടുന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം ശക്തമായ തിരിച്ചടികൾ, അതായത് അനുമോളുമായി ബന്ധപ്പെട്ട് ഓള് നടത്തിയതൊക്കെ ഓൾക്ക് തിരിച്ചടിയാവുകയായിരുന്നു. ഇപ്പോൾ ഓളുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. അതായത് ഓൾക്ക് പുതിയ സീരിയലുകളോ മറ്റോ ഒന്നും തന്നെ ഇല്ല. ഉള്ള പ്രൊജക്ടുകൾ കൂടി നഷ്ടമായിരിക്കുന്നു. അത് മാത്രമല്ല മറ്റു താരങ്ങൾക്കുള്ള പോലെ
പോലെ അനുമോൾ ഇപ്പോൾ ദുബായിലാണ്. എന്തിനേറെ പറയുന്നു, ബിഗ് ബോസിൽ നിന്നും സ്വയം ക്വിറ്റ് ചെയ്ത മറ്റൊരു പ്രമുഖ നടിയും നർത്തകിയുമായ താരം രേണു സുധിക്ക് കൈനിറയ ഉദ്ഘാടനങ്ങളും വിദേശ ഷോകളുമാണ്. ആ ഒരു അവസരത്തിൽ ബിന്നിക്കൊരു മുറുക്കാങ്കട പോലും ഉദ്ഘാടനം ചെയ്യാൻ ആരും വിളിക്കുന്നില്ല എന്നുള്ളത് താരത്തെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഇതിനൊക്കെ കാരണം PR വിനു നടത്തിയ ചില സൈബർ അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കി ഇവർ. PR വിനുവിനോട് ഈ ഒരു വിഷയം ഒരു ഫംഗ്ഷനിൽ വെച്ച് സംസാരിക്കുമ്പോൾ വിനു പറഞ്ഞത് അത് തന്റെ ഗ്രൂപ്പല്ല, അത് അനുമോളുടെ ചേച്ചിയുടെ ഗ്രൂപ്പായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തി. അത്ര ക്ലാരിഫിക്കേഷനാണ് ബിന്നിക്കും നൂബിനും കൊടുത്തത്. ബിന്നി നൂബിനും കൂടി രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ, കാരണം ഇവര് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ്, അനുവും മോളും അനുമോളുടെ ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കൂ, എന്നോട് ചോദിക്കേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് വളച്ചൊടിച്ച് അവരവിടെ പ്രസന്റ് ചെയ്യുന്നത് അനുമോളുടെ ചേച്ചിയുടെ തലയിലേക്കിട്ട് വിനു എസ്കേപ്പ് ആയി. അപ്പൊ അവിടെ വെച്ചാൽ അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു, അനുമോളുടെ ചേച്ചിയുടെ തലയിൽ കിട്ടും. അവിടെ ഞാനിത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു. ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു, അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അലിഗേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. ഞാൻ ഡയറക്റ്റ് നൂബിനായിട്ട് സംസാരിച്ചു. നൂബിൻ എനിക്ക് അയച്ചു തന്നു. കാരണം ഞാൻ അങ്ങനെ വിനു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും നൂബിൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ അയച്ചു തരാം. അതായത് ഇവിടെ സംഭവിച്ചത് PR ബിനു അനുവിന്റെ ചേച്ചിയാണ് ഈ ഒരു സൈബർ അറ്റാക്കിന് പിന്നിൽ. ഡോക്ടർ ബിന്നിയുടെ ഡോക്ടർ സർട്ടിഫിക്കറ്റുകൾ അടക്കം പരിശോധിക്കണം, ഓളെ തകർക്കണം, അല്ലെങ്കിൽ ഓൾക്ക് ഉദ്ഘാടനങ്ങൾ കിട്ടാൻ പാടില്ല, ഓളെ എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യണമെന്നുള്ള എല്ലാ പരിപാടികളും ചെയ്തു വെച്ചത് അനുമോളുടെ ചേച്ചിയാണെന്ന് വിനു എന്ന് പറയുന്ന ഈ ഒരു പഹയം പറഞ്ഞ വോയിസ് അനുമോളുടെ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. അത് കേട്ടിട്ട് അനുമോളുടെ ചേച്ചി പൊട്ടി കരയുകയാണ്. നമുക്കറിയാം, കുടുംബക്കാരെ ഏറെ നെഞ്ചിലേറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ. അനുമോളുടെ ചേച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുമോളെ വിളിക്കുന്ന സമയത്ത് ബിനു എന്ന് പറയുന്ന ഈ ഒരു പകയൻ, അതെ ഫൈസൽ മലബാറക്കയുടെ വീട്ടുകൂടലിന് പോയ ആ ഒരു അവസരത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇവർ രണ്ടുപേരും, പോരാത്തതിന് ഷിയാസ് കരീം എന്ന് പറയുന്ന ഓനും ഉണ്ട്, ഇവര് 3 പേരും നിൽക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുമോളുടെ ചേച്ചി അനുമോളോട് പറഞ്ഞു, തന്നെ വിനു പാര പണിഞ്ഞിരിക്കുന്നു, തനിക്ക് പണി തന്നിരിക്കുന്നു, എല്ലാത്തിനും പിന്നിൽ ബിന്നിയുടെ കുടുംബം തകർക്കാൻ മുൻകൈ എടുത്തത് താനാണെന്ന് വിനു അവരോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി. അനുമോൾ ഇത് കേട്ടപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. വിനു എന്ന് പറയുന്ന ഈ ഒരു പഹയൻ തനിക്ക് ഇത്രയും അധികം സഹായം ചെയ്തെന്ന് അവകാശപ്പെടുന്ന ഈ ഒരു പഹയനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഓവർ റിയാക്ട് ചെയ്ത് അസഭ്യവർഷം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. നമുക്കറിയാം, ബിഗ് ബോസ് വിജയിയായ അനുമോൾ ഇറങ്ങിയപ്പോൾ അനുമോളുടെ കൂടെ സദാസമയം ഉണ്ടായിരുന്ന ഒരു പഹയനായിരുന്നു ഈ വിനു. അതായത് അനുമോളെ വിജയിപ്പിക്കാൻ വേണ്ടി ഓൻ ഉറക്കമിളച്ച് കഷ്ടപ്പെടുകയായിരുന്നു. ഓന്റെ സൈബർ അറ്റാക്കിൽ നാടുവിട്ട നിരവധി ആളുകളുണ്ട്. കട്ടപ്പ ശൈത്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരുന്നിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. RJ മിൻസിയും അപ്പാനി ശരത്തും ഒക്കെ ഏറിൽ നിന്ന് ഏറിലേക്ക് ഓരോ പ്ലാനറ്റുകൾ താണ്ടി യാത്ര ചെയ്തിട്ട് ഇതുവരെയും മടങ്ങിയെത്താത്ത അവസ്ഥയിൽ ഇതുപോലെ ഒരു തിരിച്ചടി, അതായത് വളരെ വേഗം തന്നെ ഈ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടായത് ഏറെ ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ്. ഒരുപക്ഷെ ആരാധകർക്ക്, അനുമോളെ നെഞ്ചിലേറ്റിയ ആരാധകർക്ക് വലിയ നിരാശ തന്നെയാണ്. വിനു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അനുവിനെ കല്യാണം കഴിക്കണമെന്ന് പോലും നിരവധി ആളുകൾ ആഗ്രഹിച്ചിരുന്ന കമന്റുകൾ നമ്മൾ കണ്ടിരുന്നു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഈ ഒരു അവസരത്തിൽ ഒരിക്കലും നമുക്ക് അനുമോളെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഓൾക്ക് എപ്പോഴും വലുത് ഓളുടെ കുടുംബം തന്നെയാണ്, ഓളുടെ ചേച്ചി, ഓളുടെ അച്ഛൻ, ഓളുടെ അമ്മയേക്കാൾ കൂടുതലായി ഓളൊന്നിനെയും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. നിങ്ങൾ എങ്ങനെയാണ് ഇനി കാണുന്നത്? ഈ ഒരു PR വർക്കോട് കൂടി ഈ ഒരു പഹയൻ ഓന്റെ PR പണി തന്നെ ഒരു പക്ഷേ നിർത്തിയേക്കാം, അല്ലെങ്കിൽ ഫീമെയിൽ കണ്ടസ്റ്റന്റുകൾക്ക് PR ചെയ്യുന്നത് ഓൻ ഇതോടുകൂടി നിർത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.